ഞാൻ ജിബിൻ, ശാന്തിരി വിദ്യാവൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പഠനത്തോടൊപ്പം കുട്ടികളുടെ കലാഅഭിരുചികൾ തിരിച്ചറിഞ്ഞ് പ്രാഥമിക പരിശീലനം നൽകുന്നതിൽ ശാന്തിരി വളരെ മുന്നിലാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങളൊരു സിനിമ ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ക്യാമറയുടെ മുന്നിലും പിന്നിലും കുട്ടികളാണ്. ഞാനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഈ സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയത് 10ാം ക്ലാസ്സിലെ ചിന്തനാണ്. ചമയം ഒരുക്കിയത് ഞങ്ങളുടെ എല്ലാ കലാപ്രവർത്തനങ്ങൾക്കും സഹായം ചെയ്യുന്ന വിനയൻ ചേട്ടനാണ്. വസ്ത്രധാരണത്തിൽ എപ്പോഴും പ്രത്യേക ശ്രദ്ധ പുലർത്തുന്ന 10ാം ക്ലാസ്സിലെ മുഹമ്മദ് ഷാനാണ് ഈ സിനിമയുടെ വസ്ത്രാലങ്കാരം നിർവഹിച്ചത്. എല്ലാ കാര്യങ്ങളിലും പ്രത്യേക നിഷ്ഠ പുലർത്തുന്ന 10ാം ക്ലാസ്സിലെ തിലോത്തമനാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജർ. എന്തു കണ്ടാലും അത് ക്യാമറ കണ്ണിലൂടെ നോക്കിക്കാണുന്ന ബ്രഹ്മദത്തനാണ് ഈ ചിത്രത്തിൻ്റെ ക്യാമറാമാൻ. നന്ദകൃഷ്ണനാണ് എഡിറ്റിങ്ങും സൗണ്ടും കൈകാര്യം ചെയ്തിരിക്കുന്നത്. എപ്പോഴും മൂളിപ്പാട്ടുമായി നടക്കുന്ന ഞങ്ങളുടെ സ്കൂളിലെ രമ്യയാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. ഞങ്ങളുടെ സ്കൂളിലെ സൂപ്പർ താരമാണ് 8ാം ക്ലാസ്സിലെ ആദിത്യരാജ്. ഉടനെ റിലീസ് ചെയ്യുന്ന സുരേഷ് ഗോപി ചിത്രത്തിൽ ആദിത്യനൊരു പ്രധാന വേഷം ചെയ്തിരുന്നു. ആദിത്യനൊപ്പം നിരവധി വിദ്യാർത്ഥികളും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും തയ്യാറായി കഴിഞ്ഞു. ഇനി ഞാൻ ക്യാമറയ്ക്ക് മുന്നിലേക്ക് പോവുകയാണ്. ഓൾ ലൈറ്റ്സ് റോൾ. റോളിംഗ് സർ. ആക്ഷൻ. മോനെ 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 അല്പം വെള്ളം മോനെ. അയ്യോ രക്ഷിക്കണേ. അയ്യോ ആരെങ്കിലും വരണേ. അയ്യോ അയ്യോ അയ്യോ. ആ ആ ആ ആ ആ അയ്യോ. രക്ഷിക്കണേ.
Wow, what a fantastic character. Beautiful frame. Amma, തലേന്ന് പൊക്കണം. Oh, very nice. It's a nice photo. മോനെ എന്നെ ഒന്ന് ആശുപത്രിക്ക് മോനെ. One more, please. മോനെ വെള്ളം. Oh, super. Thank you. ഇതിപ്പോൾ തന്നെ വാട്സാപ്പിൽ. എന്താ പപ്പ? എന്ത് വേണം? എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോനെ. ആശുപത്രി കൊണ്ടുപോകണം. ആശുപത്രി പോവാൻ ഒട്ടും വയ്യ. അയ്യോ പൈസ ഉണ്ടല്ലോ. ചില്ലറ ചില്ലറ എങ്കിൽ ചില്ലറ കോളടിച്ചു. മനുഷ്യാവകാശ ധ്വംസനത്തിനെതിരെ സംഘടിക്കുക. നീതി നിഷേധം അവസാനിപ്പിക്കുക. ജീവിക്കാനുള്ള അവകാശം അനുവദിക്കുക. സമരം ചെയ്യും, സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും. മനുഷ്യാവകാശ ധ്വംസനത്തിനെതിരെ സംഘടിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. വെള്ളം ചായ വെള്ളം. നേരം വെളുത്തില്ല, ആനുവേ തുടങ്ങി. വെള്ളം രാവിലെ അടിച്ചെന്ന് പോരെ കളവാ. ഇത്തിരി വെള്ളം തന്നിട്ട് പോ മോനെ. അയ്യോ അപ്പൂപ്പ എന്തു പറ്റി അപ്പൂപ്പ? അപ്പൂപ്പ തല പൊക്ക അപ്പൂപ്പ. ഇപ്പൊ തരാം അപ്പൂപ്പ. അപ്പൂപ്പ വാതുറക്ക അപ്പൂപ്പ, വാതുറക്ക്. പതുക്ക പതുക്ക കുടിച്ചോ അപ്പൂപ്പ. നമുക്ക് ആശുപത്രിയിലോട്ട് പോവാം. അയ്യോ കൈ മുറിഞ്ഞോ? രക്തം ഒരുപാട് പോയല്ലോ. ഓട്ടോ ഓട്ടോ. അപ്പൂപ്പ പതുക്ക പതുക്ക പതുക്ക. സൂക്ഷിച്ച് സൂക്ഷിച്ച്. അങ്കിളെ വേഗം ആശുപത്രി പോ. പതുക്കെ ഇറങ്ങാം പോ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. അങ്ങോട്ട് കിടന്നു. സൂക്ഷിച്ച് പതുക്കെ. എന്ത് പറ്റിയതാ? തല ഇറങ്ങി വീണതാ. ബി പി ഉണ്ടോ? അറിയില്ല. രാവിലെ എന്ത് കഴിച്ചു? ഒന്നും കഴിച്ചിട്ടില്ല. പപ്പൻ ആരുമില്ലേ? എല്ലാവരുമുണ്ട്, പക്ഷെ ആരുമില്ല. സമാധാനമായി കിടക്ക്, എല്ലാം ശരിയാവും. സിസ്റ്റർ ഡ്രസ് ചെയ്യൂ. ശരി ഡോക്ടർ. എന്താ പേര്? രാഹുൽ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 8ാം ക്ലാസ്സിൽ. സാർ ഞാൻ സത്യമാണ് പറഞ്ഞത്. രാഹുൽ, നിന്റെ ഒരു കള്ളക്കഥയും എനിക്ക് കേൾക്കണ്ട. വൈകി ക്ലാസ്സിൽ വന്നിട്ട് ന്യായങ്ങൾ പറയുന്നു. അല്ല സാർ. നോ എക്സ്ക്യൂസസ്. ഗെറ്റ് ഔട്ട് ഫ്രം ദ ക്ലാസ് റൂം.
രാഹുലേ, നിന്റെ പച്ചക്കള്ളം പൊളിഞ്ഞടാ. നീ ക്രിക്കറ്റ് കളി കാണാൻ പോയതാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോനെ. അയ്യോ എച്ചം. എന്താ രാഹുൽ ഇവിടെ? ടീച്ചർ, ഞാൻ സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ ഒരാൾ അവശനായി കിടക്കുന്നത് കണ്ടു. എന്നിട്ട്? വഴിപോക്കർ ആരും ആ അപ്പൂപ്പനെ ശ്രദ്ധിച്ചില്ല. ആഹാ. ഞാൻ ആ അപ്പൂപ്പനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. അതുകൊണ്ടാ താമസിച്ചത്. ഓ, അതാണ് കാര്യമല്ലേ. രാഹുൽ വരൂ. Excuse me, sir. സദ്ഗുരു ശരണം. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. രാഹുൽ ഈ സ്കൂളിന്റെ അഭിമാനമാണ്. കാരണം മരണത്തെ മുഖാമുഖം കണ്ടുകിടന്ന ഒരു പാവം വൃദ്ധനെ രക്ഷിക്കാൻ രാഹുലിന് കഴിഞ്ഞു. പലരും അദ്ദേഹത്തെ കണ്ടിട്ട് കാണാതെ പോയി. എന്നാൽ രാഹുൽ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് രക്ഷിച്ചു. എന്നാൽ കുട്ടിക്കാലം മുതൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒന്നാണ് മനുഷ്യസ്നേഹം. പത്രങ്ങളിൽ വായിച്ചിട്ടില്ലേ, സമയത്തിന് ആശുപത്രിയിൽ എത്തിക്കാനാകാതെ പലരെയും നമുക്ക് രക്ഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. എന്നാൽ അവരെ സമയത്തിന് ആശുപത്രിയിൽ എത്തിച്ച് ആ ജീവനുകളെ രക്ഷിക്കണം. ആ മനസ്സാണ് നമുക്ക് ആവശ്യം. ആ മനസ്സുകളിലെ ഈശ്വരൻ കുടികൊള്ളൂ. നിങ്ങൾ കിളികളെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു കിളിക്ക് അപകടം പറ്റിയാൽ മറ്റെല്ലാ കിളികളും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി എല്ലാവരെയും അറിയിക്കും. പിന്നെ എല്ലാം കൂടെ ഒത്തുചേർന്ന് പരിക്കു പറ്റിയ കിളിയുടെ ചുറ്റുമിരിക്കും. മനുഷ്യന് അറിവ് വർദ്ധിക്കും തോറും അവനിലെ സ്നേഹത്തിന്റെ ഭാഷ അന്യമായിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ ഭാഷ മനസ്സിലാകുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങൾക്കാണ്. ആ നന്മയുടെ നാളങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരിക്കലും അണയാതിരിക്കട്ടെ. ഈ നല്ല കാര്യം ചെയ്ത രാഹുലിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. നിങ്ങൾ ഓരോരുത്തരും രാഹുലിന്റെ ഈ നല്ല പ്രവൃത്തി മാതൃകയാക്കണം. നമുക്ക് എല്ലാ പേർക്കും ചേർന്ന് രാഹുലിനെ അഭിനന്ദിക്കാം. Give him a big round of applause.